എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പത്തിരിയിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊരു പഴമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇതിനാവശ്യമുള്ളത് ഒരു അരമുറി തേങ്ങയാണ്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാൻ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. അത് സ്കിപ്പ് ചെയ്യരുത്. ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ച് വയ്ക്കാം ആദ്യം തന്നെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക. ഈ പാനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഈ ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ കൂടുതൽ ചെറിയുള്ളി ഇടണം, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ കറിവേപ്പില നിങ്ങളുടെ അടുത്ത് കൂടുതൽ കിട്ടുമെങ്കിൽ കൂടുതൽ ചേർക്കുക. എത്രയുള്ളൂ വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. കറിവേപ്പില സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ചെറിയുള്ളിക്ക് പകരം സവാളയൊന്നും എടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഉള്ളി മൂത്ത് വരുന്ന സമയം വരെ ഇതൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വരുമ്പം ഇനി നമ്മൾ ചേർക്കേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ വയ്ക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഒരു പീസായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇളക്കേണ്ടെന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ മുട്ട ഒന്ന് വേവാനുള്ള ഒരു സമയം, ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ മുട്ടയൊന്ന് വെന്ത് വരും. ഇത്തിരി ടൈം മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, തേങ്ങയും പെരുംജീരകവും കൂടെ ചേർത്തിട്ടുള്ള ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഉപ്പും കൂടെ ചേർക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നൊന്ന് തിള വരണം. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളത് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ ആണെങ്കിൽ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉമ്മയാണ് ഇത് പണ്ട് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക.